ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ പഴയ കോട്ടകളെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്. ഇവയൊക്കെ ഭൂമിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കൃത്യമായി പടവുകളും വലിയ ചുവരുകളും ഒക്കെയുള്ള ഒരു കൂറ്റൻ കോട്ട സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ജപ്പാനിലെ യോനാഗുനി മോണുമെൻറ്റ്. 1986 ജപ്പാനിലെ യോനാഗുനി ദ്വീപിനടുത്ത് സ്രാവുകളെ നിരീക്ഷിക്കാൻ പോയ ചില സ്കൂബ ഡൈവേഴ്സാണ് അവിചാരിതമായി കടലിനടിയിൽ ഈ വിചിത്ര കാഴ്ച കാണുന്നത്. വെറുമൊരു പാറക്കൂട്ടമല്ല അത്. മനുഷ്യർ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ പോലെയുള്ള വലിയ സ്റ്റെപ്പുകളും വലിയ ഹാളുകളും നേർരേഖയിലുള്ള വലിയ മതിലുകളും ഒക്കെയായിരുന്നു അത്. അന്നു മുതൽ ഇന്ന് വരെ ചരിത്രകാരന്മാരും ജിയോളജിസ്റ്റുകളും ഇതിന് പിന്നിലെ സത്യം കണ്ടെത്താൻ തലപുകയ്ക്കുകയാണ്. എന്താണ് ഈ യോനാഗിനി നിർമ്മിതി? നമുക്ക് നോക്കാം. ഈ കണ്ടെത്തലിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഇങ്ങോട്ടേക്കെത്തി. ഇതിനെക്കുറിച്ച് മെയിനായിട്ട് 2 തരം വാദങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം പറയുന്നത് ഇത് മനുഷ്യർ ഉണ്ടാക്കിയതെന്നും, രണ്ടാമത്തെ വിഭാഗം പറയുന്നത് അല്ല, മറിച്ച് കടലിനടിയിലെ ശക്തമായ ഒഴുക്കും ഭൂകമ്പങ്ങളും കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാറ തനിയെ പൊട്ടി ഇങ്ങനെ ഒരു ഷേപ്പിലായതാണെന്നാണ്. ഇതിനെ നാച്ചുറൽ ഫോർമേഷൻ എന്ന് അവർ വിളിക്കുന്നു. എന്നാൽ ഇതിൻ്റെ വിഷ്വൽസ് കണ്ട് ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് ഒരേ കാര്യമാണ്: പ്രകൃതിക്ക് എങ്ങനെയാണ് ഇത്രയും കൃത്യമായി 90 ഡിഗ്രി ആംഗിളിൽ നിരപ്പായ പടവുകളെയും പാറകളെയും മാറ്റാൻ കഴിയുക? മാത്രമല്ല, ഈ നിർമ്മിതിയിലൂടെ ചില ഭാഗങ്ങളിൽ വലിയ തൂണുകൾ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതുപോലെയുള്ള വൃത്താകൃതിയിലുള്ള വലിയ ദ്വാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രകൃതി തനിയെ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ജപ്പാനിലെ പ്രശസ്തനായ പ്രൊഫസർ മസാക്കി കിമുറ വർഷങ്ങളോളം കടലിനടിയിൽ പോയി ഈ സ്ഥലത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഇത് ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഐസ് ഏജ് സമയത്ത് ഭൂമിക്ക് മുകളിലുണ്ടായിരുന്ന ഒരു വലിയ നഗരമായിരുന്നു. അക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ച വലിയൊരു കോട്ടയോ ക്ഷേത്രമോ ആകാം. സമുദ്രത്തിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു ഐസ് ഏജ് ഈ നഗരം അവസാനമായി ഐസ് ഉരുകി മുങ്ങിപ്പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള വിഖ്യാത നിഗൂഢ നഗരമായ അറ്റ്ലാന്റിസ് പോലെ ശരിക്കും നിലനിന്നിരുന്ന ഒരു നഗരമായിരുന്നു ഇതെന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. ഈ നിർമ്മിതിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഡൈവേഴ്സിനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ചില പാറകളിൽ കാണുന്ന വിചിത്രമായ കൊത്തുപണികളാണ്. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ മുഖത്തോട് സാദൃശ്യമുള്ള വലിയ ചില ശില്പങ്ങൾ അവിടെ കാണാം. ഒരു വലിയ ആമയുടെ രൂപത്തിലുള്ള പാറയും ഇതിൽ ഉൾപ്പെടുന്നു. വെറുമൊരു പ്രകൃതി പ്രതിഭാസം മാത്രമാണെങ്കിൽ ഇത്രയും കൃത്യമായ രൂപങ്ങൾ എങ്ങനെ വരും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ നാച്ചുറൽ തിയറി പറയുന്നവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഇത് മനുഷ്യനുണ്ടാക്കിയതാണെന്ന് പൂർണ്ണമായി സമ്മതിക്കാൻ ജപ്പാൻ ഗവൺമെൻറ്റോ പുരാവസ്തു വകുപ്പോ തയ്യാറായിട്ടുമില്ല. കാരണം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇത്രയും ഭീമാകാരമായ ചെങ്കൽപ്പാളികൾ വെട്ടിമുറിക്കാൻ മാത്രമുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുവെന്ന് സമ്മതിച്ചാൽ അത് മനുഷ്യചരിത്രത്തെ തന്നെ തിരുത്തി എഴുതേണ്ടി വരും. യോനാഗുനി മോണുമെൻറ്റ് ഇന്നും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലോകമെമ്പാടുമുള്ള ഡൈവേഴ്സ് ഈ അത്ഭുതം നേരിട്ട് കാണാൻ ഇവിടേക്ക് വരാറുണ്ട്. കടലിൻ്റെ നിലാവെളിച്ചത്തിൽ ആ ഇരുണ്ട ആഴങ്ങളിൽ നിൽക്കുന്ന ആ കൂറ്റൻ സ്റ്റെപ്പുകൾ കാണുമ്പോൾ വല്ലാത്തൊരു ഭയവും കൗതുകവും ഒന്നിച്ചു തോന്നും. ഇത് മനുഷ്യനിർമ്മിത നഗരമാണോ അതോ പ്രകൃതിയുടെ വെറുമൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണോ എന്ന തർക്കം ഇന്നും സയൻസിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. എങ്കിൽ കടലിൻ്റെ ആഴങ്ങളിൽ മനുഷ്യർക്ക് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത എത്രയോ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്ഥലം. അപ്പോൾ സുഹൃത്തുക്കളെ, ഭൂമിക്ക് മുകളിലുള്ളതിനേക്കാൾ എത്ര വലിയ അത്ഭുതങ്ങളാണ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. യോനാഗുനിയിലെ ഈ രഹസ്യനഗരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് മനുഷ്യനുണ്ടാക്കിയതാണോ അതോ പ്രകൃതിയുടെ മാജിക്കോ? താഴെ കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.